എസ്പെഷ്യലി നമ്മുടെ ഈ നട്ടല് താഴെയുള്ള 75,000 നാഡീഞരമ്പുകളുണ്ട്. അതിൽ പലതും മൈക്രോ കാപ്പിലറീസ് ആണ്, ചെറിയ ചെറിയ തലനാരയുടെ പോലെയുള്ള കാപ്പിലറീസ്. അതിൽ കൂടെ രക്തം പോകുന്നുണ്ട്. ഒരെണ്ണം ബ്ലോക്ക് ആയാലും പതുക്കെ ഒരു വേദന തുടങ്ങും, പിന്നെ പതുക്കെ താഴത്തേക്ക് വരും, പിന്നെ സിയാറ്റിക്ക നട്ടലിൽ മൊത്തത്തിൽ വേദന വരും. ഇല്ല അങ്ങനെ രോഗം വരാം. എല്ലാത്തിനും കഴിച്ചു കഴിഞ്ഞാൽ പമ്പിങ് കൂടും, കംപ്ലീറ്റ് രക്തം കൂടും. ഹാർട്ടിലോട്ടുള്ള വെയിൻസിലും ആർട്ടറീസിലും ഒന്ന് അകത്തേക്ക് പോകുന്നു, ഒന്ന് പുറത്തേക്ക് പോകുന്നു. അതിൽ കൂടുതൽ രക്തം സുഗമമായി പോകും. ഈ ഹാർട്ടിൽ ബ്ലോക്ക് വരുന്നത് കൊണ്ടാണ്. ഈ ആർട്ടറീസിലും അല്ലെങ്കിൽ വെയിൻസിലൊക്കെ പ്ലാക്കുമായി ചിദംബരം പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ടോക്സിൻസ് ബ്ലോക്ക് ചെയ്യുന്നതാണ് അല്ലേ? അതിനെ അലിയിച്ച് കളയാൻ പറ്റും ഈ രക്തമൂല്യം. അതോടൊപ്പം ഫ്ലാക്സ് ഓയിൽ, ചണത്തിന്റെ വിത്തിൽ നിൽക്കുന്ന എണ്ണ. അത് ഞാനിവിടെ ഒരു തെർമോകോൾ വെച്ചിട്ട് ഒരു ഇതിൽ ഒന്ന് വിളിച്ചാൽ പോലെ തെർമോകോൾ ഉരുകി പോകും. അതുമായി തന്നെ ചണവിത്ത് നമ്മൾ ഈ ഓയിൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ നാഡീഞരമ്പുകളുടെ എവിടെയെങ്കിലും തടസ്സപ്പെടുത്തുന്ന ഈ പ്ലാക്ക് ചിലപ്പോൾ ഉണ്ടെങ്കിൽ അതിനെ അരിയിച്ചു വെക്കും. ഏറ്റവും നല്ലതാണ്. ബ്ലോക്ക് എന്നുള്ള ശരിക്കും പറഞ്ഞാൽ ബ്ലോക്ക് വന്നാൽ നിങ്ങൾ രക്ഷപ്പെടുന്നതാണ്. ഹാർട്ട് അറ്റാക്ക് മീൻസ് ഓൺ ദ സ്പോട്ട് ഉണ്ടായി, ഒരു നിമിഷം വേണ്ട, അപ്പത്തിന് ആൾ പോയി. അതാണ് അറ്റാക്ക്. ബ്ലോക്ക് എന്നുള്ള സാധനം അത് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ബോഡിയില്ല, നിങ്ങളുടെ ബോഡി ഇന്റലിജൻസ് തന്നെ അവിടെ വേറെ വെയിൻ ഉണ്ടാക്കും, എന്നിട്ട് രക്തം ഹാർട്ടിലോട്ട് പോകും. അത്രയും പവർ നമ്മുടെ ബോഡി ഇന്റലിജൻസ് ഉണ്ട്. പക്ഷെ നമ്മളതിനൊന്നും നിൽക്കില്ല. എവിടെയെങ്കിലും ചെറിയ വേദന വന്നാൽ നേരെ ആശുപത്രി പോകും. ആശുപത്രി പോയി ആദ്യത്തെ ചോദ്യം എന്താണ്, നിങ്ങൾ ഒറ്റയ്ക്കാവുന്നത് കൂടെ ആരുമില്ലേ? പിന്നെ ആൻജിയോഗ്രാമായി, പിന്നെ ആൻജിയോപ്ലാസ്റ്റി പറയണ്ട, നളമായി അല്ല. അതെന്ന് പറയുന്നത് സാർ പണ്ടത്തെ ആൾക്കാരെ എനിക്കറിയാം. ഞാൻ ഒരു കുഗ്രാമത്തിലാണ് ഞാൻ വരുന്നത്. അവിടെ ആദിവാസി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ആക്കുന്നില്ല, നെഞ്ചുവേദന പറയുള്ളൂ. നെഞ്ചുവേദന ഇവർ കൊടുക്കുന്നത് പാളയംകോടൻ പടമുണ്ട്. പാളയംകോടൻ അറിയില്ലേ? പാളയംകോടൻ കൊടായിങ്ങനെ വന്ന് അതിന്റെ മുമ്പിങ്ങനെ വരും. ആ കുഴപ്പം ഇങ്ങനെ പൊടിക്കും. ഒരു സ്പൂൺ പിടിച്ച് കുറച്ച് കറയും. അത് ഡൈല്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇറങ്ങില്ല. എന്റെ വെറും വയറ്റിൽ രാവിലെ കഴിയും. പിറ്റേ ദിവസം രാവിലെ ആ വഴി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന വഴിയിൽ ഇങ്ങനെ കട്ടി. അപ്പൊ കുറെ കറവ്, 10-15 ദിവസം കറവ്. ഈ കറ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ എത്ര വലിയ ബ്ലോക്ക് ആണെങ്കിൽ ശരി അലിഞ്ഞില്ലാണ്ടോ സംശയം വേണ്ട. പക്ഷെ പറഞ്ഞാൽ കേൾക്കോ സാർ? ആര് കേൾക്കാൻ? ഞാൻ പരീക്ഷിച്ചു. ഞാനൊരു ക്ഷേത്രത്തിൽ നിർമ്മിക്കാവുന്ന എന്റെ ഗ്രാമത്തിൽ ഞാൻ ഇത്രയും റെസ്പെക്ട് കാണുന്നു തോന്നുന്നില്ല. കാണുമ്പോൾ ചിക്കാനും തൊടാനൊക്കെ ഉണ്ടോ ഇതിനൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. ഒരാളൊരു കർഷകൻ കയറി ദാമോദരനാണ്. ദാമോദരൻ ഇങ്ങനെ കയറി വളരെ ദുഃഖം കയറി. ഞാൻ ഇറങ്ങി പോകും ഒരു സ്ഥലത്ത്. നാളെ ഞാൻ ആശുപത്രിയിൽ പോകും. എന്താണ് പ്രശ്നം? ഓപ്പറേഷനാണ്. എന്ത് ഓപ്പറേഷൻ? ഹാർട്ട് ഓപ്പറേഷൻ. ഹാർട്ട് ഓപ്പറേഷൻ 4 നോക്കേണ്ടതാണ്. ഓപ്പറേഷൻ വേണം. അപ്പൊ ഇവനോട് ഇങ്ങനെ എനിക്ക് പറയണമെന്ന് വേണ്ടി ഞാൻ പറഞ്ഞു പോയി എന്തെങ്കിലും ചെയ്ത് അവരെ പോലെ. എന്നാൽ ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു, ദാമോദരൻ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഡോക്ടറോട് കൂടി പറയണം 15 ദിവസത്തേക്ക് എനിക്ക് മരുന്നൊന്നും വേണം, അല്ല ഓപ്പറേഷൻ വേണം. പൈസ ഒന്നും ആയിട്ടില്ല. 15 ദിവസം കഴിഞ്ഞാൽ എന്റെ ഓപ്പറേഷൻ പൈസ ആവും. 15 ദിവസം കഴിഞ്ഞാൽ ഓപ്പറേറ്റ് ചെയ്താൽ മതി. അതുവരെ മരുന്നാണ്. അങ്ങനെ ഈ ഇവർ പോയിട്ട് ഡോക്ടറോട് പറയാൻ തയ്യാറാക്കാൻ ഭാഗ്യമുണ്ട്. ഈ സാധനം അവന് പറഞ്ഞിട്ടുണ്ട്, അവന്റെ പറഞ്ഞിട്ട് തന്നെയുണ്ട്. അന്ന് വൈകുന്നേരം തന്നെ ഇവൻ കഴിച്ചു. പിറ്റേ ദിവസം ഞാൻ പോയിട്ട് ഡോക്ടറോട്, ഡോക്ടറെ എനിക്ക് പണം 15 ദിവസമാവും, 15 ദിവസം ഞാൻ ഓപ്പറേഷൻ പറ്റില്ല, എന്തെങ്കിലും മരുന്നാണ്. അങ്ങനെ അയാളൊരു ഗുളിക കൊടുത്തു. 15 ദിവസം കഴിഞ്ഞ് വരാൻ. 15 ദിവസം കഴിഞ്ഞിട്ട് ഇവൻ പോകുമ്പോഴേക്കും ഈ സാധനം 15 ദിവസം കഴിച്ചു. അവിടെ പരിശോധിച്ച് കഴിഞ്ഞു പുറത്ത് പോകുന്നത്. ഇതിന്റെ ഭാഗ്യം ആ ഗുളിക ഭയങ്കരമായിട്ട് അവൻ കഴിച്ചിട്ടില്ല. അവൻ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇത് കറ വരുന്നില്ല, കാരണം കറ തീരുമല്ലോ. ഇവൻ അതിന് മൂട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. 24 ദിവസം അവന് കിട്ടി. അങ്ങനെ പിന്നത്തെ മാസമാണ് ഇയാൾ ഓപ്പറേഷന് വേണ്ടി പോകുന്നു. പോയി പരിശോധിച്ചു കഴിഞ്ഞു 100% ബ്ലോക്ക് ഇല്ല. അത്ര എഫക്റ്റീവായിട്ടുള്ള സാധനമാണ്. പക്ഷെ ഒരാളോട് പറയണ്ട, അവർ ചെയ്യില്ല എന്നൊന്നല്ല. നമ്മൾ പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് പറയാൻ പറയും ആ മനുഷ്യൻ എന്നെ കൊണ്ടുവന്നു അല്ല, അത് പറയുമല്ലേ അക്ഷരമാണ്. നമ്മളൊന്നും പറയാൻ നിൽക്കണ്ട. വേണമെങ്കിൽ നമുക്ക് സെൽഫായിട്ട് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. ഞാൻ എവിടെയാണ് ഹാർട്ടിന്റെ ഫ്ലാക്സ് ഓയിൽ. ഇനി അതിൽ നോക്കുന്നുണ്ട് കോഎൻസൈം Q10. Q10 എന്നുള്ള സാധനം നമ്മുടെ എല്ലാ സെല്ലിലും മൈക്രോ കാൻഡ്രിയ എന്ന് പറഞ്ഞൊരു അടുപ്പുണ്ട്. നമ്മൾ ഈ ഗ്ലൂക്കോസ് ഒക്കെ വ്യക്തിയുണ്ട്
ഈ ഇതിനകത്ത് കയറിയാൽ അത് കത്തി ചാമ്പലായി അതിനകത്തുനിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഈ എനർജിയാണ് എല്ലാ രക്തത്തിൽ കൂടി എല്ലായിടത്തും എത്തി നമ്മളെ വൈറ്റലായിട്ട് നിർത്തുന്നതാണ്. ഒരു 40 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഈ എനർജി കുറഞ്ഞു വരും. അതിനെ സപ്ലിമെന്റ് ചെയ്ത സാധനമാണ് ടോം എൻസൈം കൂട്ടൻ എന്ന് പറയുന്നത്. ഒരെണ്ണം കഴിച്ചാൽ മതി ഒരു ദിവസം. ലക്ഷണം നമ്മൾ റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൈറ്റോകോൺട്രിയ ഫംഗ്ഷൻ ഇങ്ങനെയാവും, എനർജി ലെവൽ കൂടും, സകലയിടത്തും രക്തോട്ടം ഉണ്ടാവും, അവിടെ ആഗിരണം ചെയ്യുന്ന നമ്മുടെ പോഷണങ്ങളൊക്കെ സകലയിടത്തും എത്തിക്കൊള്ളും. പിന്നെ പ്രോക്കാർഡ് ഉണ്ട്, അതും ഹാർട്ടിന്റെ ഹെൽത്തിന് പ്രോക്കാർഡ്. സൈമൾട്ടേനിയസ്ലി krill oil എന്താ വെച്ചാൽ ആർട്ടിക് സമുദ്രത്തിന്റെ അടിയിലുള്ള അവിടെയുള്ള മഞ്ഞുപാളികളുടെ അടിയിൽ വളരുന്നത് ചെമ്മീനാണ്, ചെറിയ ചെമ്മീൻ. അതിൽ നിന്ന് എടുക്കുന്ന എണ്ണയാണ്. omega-3 omega-6 ഉണ്ട്. ശരിക്കും ഏറ്റവും കൂടുതൽ omega-3 കിട്ടുന്നത് മത്തിന്നാണ്. മത്തി ഇവിടെ എന്താ പറയുക, ചാള മത്തി തന്നെ അവിടെ അതിനകത്താണ് ഏറ്റവും കൂടുതൽ. പക്ഷെ മത്തി പൊരിച്ചു കഴിഞ്ഞാൽ പോയി, മത്തി ചീഞ്ഞു പോയാൽ അപ്പോഴും പോയി. കറി വെച്ച് കഴിച്ചാൽ ചിലപ്പോൾ omega-3 കിട്ടും. ഈയിടയ്ക്ക് ഒരു സർവേ നടന്നിരുന്നു, ബാംഗ്ലൂർ ടു കാറവാർ വരെയാണ്. ഈ മത്സ്യത്തൊഴിലാളികളുടെ നമ്മുടെ സർവേയാണ്. അതില് അത്ഭുതമായിട്ടുള്ള റിസൾട്ടാണ്. അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും സാധിക്കില്ല. ആരെങ്കിലും ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലും ഭയങ്കര പുകവലിക്കാരനായിരിക്കണം, അല്ലെങ്കിൽ മദ്യപാനിയായിരിക്കണം. ഹാർട്ട് അറ്റാക്കില്ല, കാരണം അവിടെ ഏറ്റവും കൂടുതൽ ഫിഷ് കഴിക്കുന്നവരാണ്. അപ്പം മദ്യനാണ് ഒരുപാട് omega-3 കിട്ടുന്നത്. ഫ്ലാക്സ് ഓയിൽ വെജിറ്റേറിയൻ പറ്റതാണ് ഫ്ലാക്സ് ഓയിൽ. അപ്പൊ ഇത് ഹാർട്ടിന്റെ ഹെൽത്തിന് ഇതൊക്കെ കൊടുക്കും. ഓക്കെ. രണ്ടാമത് അടുത്ത മരണം ക്യാൻസർ അല്ലേ, ഏറ്റവും കൂടുതൽ മരണം ക്യാൻസർ. ക്യാൻസറിന് ഏറ്റവും നല്ലത് മഞ്ഞൾ. മഞ്ഞളുണ്ട്, അതിന് നമ്മുടെ പ്രോഡക്റ്റ് ഇറക്കുന്നത് കുർക്കുമിൻ, നീം, ഗാനോഡർമ. ഇത് മൂന്നും മതി. പ്രോട്ടീൻ പൗഡറും കൂടണം, പ്രോട്ടീനും കൂടി വേണം. അതായത് ക്യാൻസർ സെൽസ് എന്ന് പറഞ്ഞാൽ അതിന് 8 ഇരട്ടി ഭക്ഷണം വേണം. അടുത്ത സെല്ലിൽ നിന്ന് അത് വലിച്ചെടുക്കും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പട്ടിണി കിടന്നാൽ ഒരു 70% നിങ്ങളുടെ ക്യാൻസർ സെൽസ് ഒക്കെ ഡാമേജ് ആവും. സ്വയം നശിക്കും പട്ടിണി കിടന്നാൽ. ഇരട്ടി ഭക്ഷണം വേണം. അടുത്ത സെല്ലിൽ നിന്നാണ് ഇത് വലിച്ചെടുക്കുന്നത്, അതിനെ ഡെഡാക്കും. അപ്പൊ കുർക്കുമിൻ, നീം, ഗാനോഡർമ, പ്രോട്ടീൻ പൗഡർ ഇത് കൊടുക്കുക. അതോടൊപ്പം പഞ്ചസാര തൊട്ടുപോകരുത്. പഞ്ചസാര തൊട്ടാൽ ക്യാൻസർ സെൽസ് സ്പ്രെഡ് ചെയ്യും. രാത്രി ഭക്ഷണം ഒഴിവാക്കുക. നാരങ്ങ വെറും വയറ്റ് കഴിക്കുന്നതല്ല. വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ വെയിലത്ത് കുറയ്ക്കാൻ ഈ പറയുന്ന എണ്ണ 1 ടീസ്പൂൺ കഴിക്കുന്നത് കഴിച്ചാൽ കംപ്ലീറ്റ് മാറുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി, കാസർഗോഡ് ജില്ലാ ആശുപത്രി കാഞ്ഞങ്ങാട്, അവിടെ വേണു കുന്നലു, പേര് വേണു എന്നാണ്, കുന്നലു സ്ഥലത്തുള്ള അദ്ദേഹത്തിന് വയറുവേദന വരും. വയറുവേദന ഉള്ളപ്പോ ആശുപത്രി ജീവനക്കാരനായതുകൊണ്ട് ഡോക്ടേഴ്സ് എന്തെങ്കിലും മരുന്ന് കൊടുക്കും. കുറെ ശമ്പളം ഡോക്ടർ ഒരു 10-20 ദിവസത്തിൽ വീണ്ടും വരും, പിന്നെ അവർ കൊടുക്കും. അങ്ങനെ ഒരു 3-4 മാസം കഴിയും. അപ്പൊ ഡോക്ടർ കൊടുക്കും, നീ ഇങ്ങനെ മരുന്ന് കഴിച്ചിട്ടൊന്നും കാര്യമില്ല, സ്കാൻ ചെയ്ത് നോക്കുന്നു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് കൊളോൺ ക്യാൻസറാണ്, കൊളോണിലെ ക്യാൻസറാണ്. അത് പറഞ്ഞ് തലശ്ശേരി ക്യാൻസർ സെന്ററിൽ പോകുന്നുണ്ട്. അവൻ പോയി പരിശോധിച്ചപ്പോൾ അവർ കൺഫേം ചെയ്യും കൊളോൺ ക്യാൻസർ. 12 കീമോ 2 കീമോ നടത്തിയാൽ 2 കീമോ നടത്തി ഓഫീസിൽ വരാൻ തുടങ്ങി. അപ്പോൾ ഇയാൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വയറ്റിൽ ഇങ്ങനെ എരിച്ചിടാണ് ഒരു പോച്ച. അപ്പൊ ഇയാളുടെ അടുത്ത സീറ്റിൽ, ഇയാള് വർക്ക് ചെയ്യുന്ന ഈ സീറ്റിൽ നിന്ന് തൊട്ടടുത്ത സീറ്റിൽ ഒരാൾ ഗസ്റ്റിന്റെ പ്രോഡക്ട്സ് കഴിക്കുന്നത്. അയാളോട് ചോദിച്ചു, എന്റെ ഈ എരിച്ചിൽ പോകാൻ പറഞ്ഞോളൂ. അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അയാൾ എന്റെ ഫോണിൽ പോകും. ഞാൻ പറഞ്ഞു അയാൾ എന്നെ വിളിച്ചു, ഗവൺമെന്റ് എന്നെ വിളിച്ചു. അതുകൊണ്ട് അലോവേറ ഉണ്ട്, നീമുണ്ട്, അതെടുത്ത് കഴിച്ചാൽ സാർ അതല്ല എന്റെ യഥാർത്ഥ പ്രശ്നം, എനിക്ക് കൊളോൺ ക്യാൻസർ ആണ്. 2 കീമോ നടത്തി, അനുവദം അങ്ങനെ നമ്മുടെ അടുത്തൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ വായിച്ചറിഞ്ഞത് അറിഞ്ഞത് ഈ മഞ്ഞൾ നല്ലതാണ് പറയും. ഈ കുർക്കുമിനും നീമും ഗാനോഡർമയും കഴിക്കാം, പ്രോട്ടീൻ പൗഡറും കഴിക്കാം, പഞ്ചസാര തൊടാതിരിക്കാം. ഇത്ര പറഞ്ഞോളൂ. അത് പ്രാക്ടീസ് ചെയ്തു. 3ാമത്തെ കീമോ എടുക്കാൻ വേണ്ടി അയാൾ തലശ്ശേരി പോയി പരിശോധിച്ചപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അടുത്ത കീമോ 2 മാസം കൂടി കഴിഞ്ഞിട്ട് എടുക്കാം. അങ്ങനെ ഞാൻ 3ാമത്തെ കീമോ എടുക്കാൻ 5ാമത്തെ മാസത്തിലാണ് പോകുന്നത്. ഈ 3 മാസം അയാൾ എന്ത് കഴിച്ചു? നമ്മുടെ ഈ സാധനം
പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ there is not even a single cancer cell. ധൈര്യമായിട്ട് നമുക്ക് പറയാം. എന്നാൽ ഇത് അതിനുള്ള മരുന്നാണെന്ന് മരുന്നൊന്നുമല്ല. ഇത് ശരിക്കും അതിനോട് ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്നതല്ല. നമ്മുടെ ഭാഗത്തുള്ള ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ക്യാൻസർ സെൽസ് ഉണ്ടാവുന്നു. അതിനെ സപ്രസ് ചെയ്യുന്നത് കുറെ കഴിയുമ്പോൾ നമുക്ക് ഗാനോഡർമ കൊടുക്കുന്നതുകൊണ്ട് ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നത്. സപ്രസ് ചെയ്ത ഡാമേജ് ആയിട്ടുള്ള സെല്ല് സ്പ്രെഡ് ചെയ്യില്ല. അതിനെ പുറത്തേക്ക് തട്ടിക്കളയാനാണ് നമ്മൾ ഗാനോഡർമ കൊടുക്കുന്നത്. നീം ഓൾസോ വിൽ ബി സപ്രസ്ഡ്. ആര്യവെപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റൊരു മഞ്ഞളാണ്. അപ്പൊ അങ്ങനെ റിസൾട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട് സാർ. ഫാന്റാസ്റ്റിക് റിസൾട്ടുള്ള പ്രോഡക്റ്റ്. പക്ഷെ നമുക്ക് ചികിത്സ എന്ന് പറഞ്ഞാൽ ആൾക്ക് കൊടുക്കാൻ പറ്റില്ലേ? നമ്മുടെ ചികിത്സ ഒന്നും അല്ലാതെ ദീസ് ആർ ഫുഡ് സപ്ലിമെന്റ്സ്. മഞ്ഞൾ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നില്ലേ? ആരോഗ്യം നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? ഞാനോടൊപ്പം സ്പൂണാണ്. പഞ്ചസാര കഴിക്കരുതെന്നാ പറഞ്ഞത്. പഞ്ചസാര കഴിക്കരുത്. പ്രോട്ടീൻ പൗഡർ വേണം നിർബന്ധമായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. ഞാൻ പ്രോഡക്ട്സിനെ കുറിച്ച് പറയാൻ പോയാൽ ഒരു 5 ദിവസം വേണം. പ്രോഡക്ട്സ് ഞാൻ ബ്രസ്റ്റ് ക്യാൻസറാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ. ബ്രസ്റ്റ് ക്യാൻസറാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അത് കൂടി കേട്ടോ, ഞാൻ ഡോക്ടറാണ്. അപ്പൊ ഈ വേണു ഞാൻ പറഞ്ഞില്ലേ, ഇയാളുടെ വേണു നമ്മൾ ഒരു സൂമില് കയറ്റി രാവിലെ മോർണിംഗ്. സൂമില് ഇദ്ദേഹത്തിന്റെ അനുഭവം, ഇദ്ദേഹം കഴിച്ചതിന്റെ ഗുണം ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ദിവസം 2 ദിവസം ആയപ്പോൾ ഒരാളാണ് എന്നെ വിളിക്കുന്നത്. എന്റെ പേര് രഘു എന്നാണ്. സാർ സൂമിൽ ഇങ്ങനെ ഒരാൾ പറഞ്ഞു പറയുന്നതാണ് ശരിയാണെന്ന്. സാർ എനിക്കറിയാം, നേരിട്ട് അറിയാൻ സംഭവം ശരിയാണ്. അത് സാർ എന്റെ വൈഫിന് പ്രശ്നമുണ്ട്, കൊടുത്തോളാം. കുറെ നാളുകൾ കഴിഞ്ഞു, ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് ഞാൻ റിപ്പോർട്ട് ഒരു മീറ്റിംഗിൽ എസ് പി സാർ വരുന്ന മീറ്റിംഗ് ഞാൻ നടത്തുന്നുണ്ട്. ഒരാളിങ്ങനെ നടന്ന് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. സാർ എന്റെ പേരാണ് രഘു, ഞാൻ നോർത്ത് പറവൂർന്നാണ്. എൻ്റെ അല്ല അന്ന് സാർ പറഞ്ഞില്ലേ ബിസിനസ്സിന്, അത് കംപ്ലീറ്റ് മാറിയപ്പോൾ. അപ്പൊ എനിക്ക് ഓർമ്മയില്ല എന്താ പറഞ്ഞുതരാം. അപ്പൊ എന്താ സംഭവം? അല്ല സാർ എന്റെ മിസ്സിന് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഓങ്കോളജിസ്റ്റ് പറഞ്ഞു കീമോ നടത്തണം. തൽക്കാലം നമുക്ക് മരുന്നിന് നോക്കാം, 1-2 മാസം നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് കീമോ നടത്താം. അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കേൾക്കുന്നത്. ഇവർ പ്രാക്ടീസ് ചെയ്തു. ഇവർ കഴിക്കാൻ തുടങ്ങി. കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഇവര് ഡോക്ടറോട് നിന്ന് പറഞ്ഞു, ഡോക്ടർ എനിക്കൊരു എന്ത് ടെസ്റ്റാണ് ഏതൊരു ടെസ്റ്റ് നടത്തണം, നടത്തി നോക്കണം. ഡോക്ടർ അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല 6 മാസം ഇത് നോക്കിയാൽ മതി. ഡോക്ടർ എന്റെ ടെസ്റ്റ് അവർക്ക് അതിന് കാരണം എനിക്ക് മുമ്പ് വേദന കാണുന്നു ടെസ്റ്റില്. പിന്നെ ഈ മുഴ ഇങ്ങനെ ചുരുങ്ങി വന്നു. മുഴയുണ്ടായിരുന്നു, അതിങ്ങനെ ചുരുങ്ങി വന്നു. അതുകൊണ്ടാണ് നടത്തി നോക്കിയപ്പോൾ സ്നോ ഒന്നുമില്ല, കംപ്ലീറ്റ് മാറി. അങ്ങനെ ഒരു റിസൾട്ട് നോർത്ത് പറയുന്നുണ്ട്. രഘു നാളുടെ ബിസിനസിന്റെ അയാളുടെ ആ സ്ത്രീ, അവർ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അവർ പൊട്ടിക്കറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എന്റെ അനുഭവം. അപ്പൊ അങ്ങനെയുള്ള ചില പ്രാക്ടിക്കലായിട്ടുള്ള ചില ടെസ്റ്റ് മണിയൊക്കെ ഉണ്ട്. പക്ഷെ ധൈര്യമായിട്ട് നമുക്ക് കുറുക്കുമീൻ കൂടാം. പണ്ട് മുതലേ കുറുക്കുമീൻ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ. 6% ഉള്ളൂ. 2 to 6% ഉള്ളൂ. 100 ഗ്രാം മഞ്ഞളെടുത്തേലും കിട്ടുന്നത് ഇത്രയുള്ളൂ. അപ്പൊ ഇനി പ്രോഡക്ട്സ് ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ, ഇതിനൊരു ചെറിയൊരു ബിസിനസിന്റെ ഒരു ലൈൻ കൂടിയാണ്. അതുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ ശരിയാവും. ഇതിൽ കൂടെ ഇത് ഹെൽത്ത് ആൻഡ് വെൽത്ത് ആണ്. വെസ്റ്റേജ് പറയുന്നത് ഹെൽത്ത് ആസ് വെൽ ആസ് വെൽത്ത്, രണ്ടും കൂടി കൂടിയത്. അവ ഹെൽത്ത് കിട്ടണമെങ്കിൽ നമ്മളിതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് കിട്ടും. ഇനി വെൽത്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം? അതാകുമ്പോ പ്രശ്നം. സർ ആഫ്റ്റർ ഓൾ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ 400 ചില്ലാനം പ്രോഡക്റ്റ്, 400+ പ്രോഡക്ട്സ് വി ആർ മാനുഫാക്ചറിംഗ്. ഇന്റർനാഷണൽ ലെവലിലുള്ള പ്രോഡക്റ്റ്, സൂപ്പർ ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ആണ്. ഈ പ്രോഡക്റ്റ് ഒരു കൺസ്യൂമറായിട്ട് വരുന്ന ഒരാൾ, ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വരുന്ന ഒരാള് അയാളുടെ വീട്ടില്
ചുരുങ്ങിയത് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന 400 പ്രോഡക്ട്സിൽ ഒരു 50-60 പ്രോഡക്റ്റെങ്കിലും മിനിമം പുറത്തുള്ള ബ്രാൻഡ് മേടിച്ച് ഉപയോഗിക്കുന്നു വീട്ടിൽ. സോപ്പായാലും പേസ്റ്റ് ആയാലും ഓയിൽ ആയാലും ശരി, അങ്ങനെ പറഞ്ഞത് പുറത്തുനിന്ന് മേടിച്ച് ഉപയോഗിക്കുന്നു. ഈ പ്രോഡക്ട്സ് വെസ്റ്റീജിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 40 to 50. എല്ലാം ഒരു മാസം നിന്ന് എടുക്കണമെന്നല്ല. നിങ്ങൾ ആദ്യത്തെ മാസം 10 പ്രോഡക്റ്റ് എടുത്തു, 100 PV. പിന്നെയും പ്രോഡക്ട്സ് എടുക്കുന്നുണ്ട് പുറത്തുനിന്ന് മേടിക്കുന്നത്. ഫ്ലോർ ക്ലീനർ പുറത്തുനിന്ന് മേടിക്കുന്നത്, ഡിഷ് ക്ലീനർ, പിന്നെ ടോയ്ലറ്റ് ക്ലീനർ, ഇതെല്ലാം പുറത്തുനിന്നാണ് മേടിക്കുന്നത് അല്ലേ, നമ്മൾ ഒന്നും മേടിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് സൈമൾട്ടേനിയസിന് അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് കൺസ്യൂമർ നെറ്റ്വർക്ക് ഫോം ചെയ്യണം. കൺസ്യൂമർ നെറ്റ്വർക്കാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. എന്താ കൺസ്യൂമർ? ഇതേമാതിരി എന്റെ ഈ പ്രോഡക്ട്സ് പരിചയപ്പെടുത്തുക. എങ്ങനെ പരിചയപ്പെടുത്തണം? ഞാൻ ഉപയോഗിച്ച് നോക്കി അതിന്റെ ഗുണം എന്താണോ അത് ഷെയർ ചെയ്യുക. അങ്ങനെയാണ് പരിചയപ്പെടുത്തുക, അവരെ കൊണ്ട് പ്രേരിപ്പിക്കുക. അങ്ങനെ ചുരുങ്ങിയത് നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളൊരു കൺസ്യൂമർ ആവുക. ഒരു 6 പേരെങ്കിലും പരിചയപ്പെടുത്താൻ സാധിച്ചാൽ നിങ്ങൾക്ക് കമ്പനി പറയുന്ന 9 ബെനിഫിറ്റ്സ് കിട്ടും. ഒന്ന്, അപ് ടു 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് മേടിക്കാം. നിങ്ങൾ മേടിക്കുമ്പോൾ തന്നെ MRP വളരെ കുറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. 2, നിങ്ങൾ 18-ാം തീയതിക്ക് മുമ്പാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 10% പ്രോഡക്റ്റ് ഫ്രീ കിട്ടും. 10% പ്രോഡക്റ്റ് ഫ്രീ കിട്ടുന്നു. 14th മുമ്പാണ് എടുക്കുന്നതെങ്കിൽ കൺസിസ്റ്റൻസി വരും. 4 മാസം തുടർച്ചയായിട്ട് എടുത്താൽ 5-ാമത്തെ മാസം 2500 രൂപയുടെ പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് DP പ്രൈസ്. MRP 3000 രൂപയുടെ പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നു. കൂടാതെ നിങ്ങൾ ഏത് റാങ്കിലാണോ, 5%-ആണോ, 8%-ആണോ, 12%-ആണോ, 16%, അതിന്റെ കമ്മീഷൻ വേറെ ഉണ്ട്, ബോണസ് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിന്റെ ടോട്ടൽ വിലയേക്കാൾ 50% നമുക്ക് കൊടുക്കുന്നുള്ളൂ. ഇവിടെയും മാർക്കറ്റിൽ പ്രശ്നമുണ്ട്. ഒരു സോപ്പ് നമ്മൾ സോപ്പ് കൊണ്ട് പരിചയപ്പെടുത്തുന്നു. എന്താ നിങ്ങളുടെ സോപ്പിന്റെ വില? 50 രൂപ. 50 രൂപയോ? നമുക്ക് 10 രൂപയ്ക്ക് കൂടി സോപ്പ് കിട്ടും. ആക്ച്വലി അവർ അങ്ങനെ പറയുന്നത് ശരിയാണോ? 10 രൂപയ്ക്ക് സോപ്പ് കിട്ടും. പക്ഷെ ആ സോപ്പിന്റെ വാല്യൂ എന്താണ്? ഇന്ത്യയിലൊരു നിയമമുണ്ട്, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾ. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾ അനുസരിച്ചിട്ട് ഒരു ടോയ്ലറ്റ് സോപ്പ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ 70% TFM വേണം, ടോട്ടൽ ഫാറ്റ് മാറ്റർ ആണ്. എങ്കിൽ മാത്രമേ നിങ്ങൾ ടോയ്ലറ്റ് സോപ്പ് ഒന്ന് പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ നിയമം മറികടക്കാൻ വേണ്ടി TFM എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫാറ്റ് മാറ്റർ, ദാറ്റ് മീൻസ് ഫാറ്റ് ആണ്. മൃഗക്കൊഴുപ്പ് പാടില്ല, വെജിറ്റബിൾ കൊഴുപ്പേ പാടുള്ളൂ, ഐദർ പാം ഓയിൽ ഓർ കോക്കനട്ട് ഓയിൽ. ഇത് തരണം ചെയ്യാൻ വേണ്ടി ബഹുഭൂരിപക്ഷം ടോയ്ലറ്റ് സോപ്പ് ഉത്പാദിപ്പിക്കുന്ന കമ്പനികള് പേരിൽ നിന്നറിയാം. ഈ റാപ്പറിൽ ബാത്തിങ് ബാർ, ബാത്തിങ് കേക്ക് ഇങ്ങനെ എഴുതുന്നത്. സോപ്പ് നടിക്കില്ല. സോപ്പ് നടിച്ചാൽ 70% വേണം. നമ്മുടെ ഈ സോപ്പില് 76% TFM ആണ്, 76%. ഗ്രേഡ് നമ്പർ 1 ആണ്. ഗ്രേഡ് നമ്പർ 1ന്റെ സോപ്പിന്റെ വില ഇന്ത്യൻ മാർക്കറ്റിൽ 75 ഗ്രാമിന് 80 രൂപ കിട്ടും. 75 ഗ്രാം. ഇത് 100 ഗ്രാമിന് 100 ഗ്രാം 50 രൂപ. 75. അത് MRP. നമുക്ക് 50 രൂപ കിട്ടുന്നത്. 75 MRP. അത് ഈ സിസ്റ്റത്തിലെടുത്ത പൈസ 1000 പൈസ എടുത്താൽ പോലെ. നമ്മുടെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ ഉപയോഗിച്ച സോപ്പ് അന്ന് അഡ്വർടൈസ്മെന്റ് അങ്ങനെ ലൈഫ് ബോയ് അല്ലെ, ലൈഫ് ബോയ് കേട്ടത് UK ഇംഗ്ലണ്ടില് ഈ ലൈഫ് ബോയ് എന്ന സോപ്പ് ഉപയോഗിക്കുന്നത് പട്ടിയെ കുളിപ്പിക്കാൻ. ഐ എം നോട്ട് ജോക്കിംഗ്, റിയലി ഇറ്റ്സ് ഫാക്ട്. നമ്മളൊക്കെ അതെല്ലാം ഉപയോഗിച്ചിരുന്നുണ്ട്. ഇപ്പൊ ആ സാധനം ഇല്ല. ഇപ്പൊ ലൈഫ് ബോയ് ഇല്ല. കാർബോണിക് സോപ്പാണ്. അതിൽ കണ്ടൻസ്ഡ് കോസ്റ്റിക് സോഡയും സിലിക്കേറ്റുമാണ് മെയിൻ കണ്ടൻസ്. TFM ഇല്ല, ടോട്ടൽ ഫാറ്റ് മാറ്റർ ഇല്ല. അപ്പൊ ഒരാൾ സാധാരണയായിട്ട് മാർക്കറ്റിൽ പോകുന്നു, അവരോട് എനിക്ക് 10 രൂപയ്ക്ക് സോപ്പ് കിട്ടും. അങ്ങനെയുള്ള ഒരാളോട് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ ഫാറ്റ് മാറ്റർ ഇല്ല, ഇത് സ്കിൻ ഡിസീസ് ഉണ്ടാക്കും, പല രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം.
അപ്പൊ അതൊരു കണ്ടീഷൻ. മാർക്കറ്റിൽ പോകുമ്പോൾ വരുന്ന റിയാക്ഷൻസ് ആണ് ഞാൻ പറയുന്നത്. പിന്നെ എത്രാമത്തെ പ്രോഡക്റ്റ് ആണെങ്കിൽ ശരി, നിങ്ങളുടെ അടുത്ത ബന്ധുവായാലും ശരി, അയൽവാസിയായാലും ശരി, കൂട്ടുകാരനായാലും ശരി, നമുക്ക് വേണ്ടപ്പെട്ട ആളാണെങ്കിൽ ശരി, ഔട്ട്റൈറ്റ് ആയിട്ട് റിജക്ട് ചെയ്യും. ഒരു ചെറിയ ഉദാഹരണമാണ്. ഈ അടുത്ത കാലത്ത് എനിക്ക് നടന്ന സംഭവം. എൻ്റെ ഒരു ഫ്രണ്ട് എന്റെ വീടിന്റെ അയൽവാസി പ്രത്യേക കഴിയുന്നുണ്ട് അവിടുത്തെ സ്ഥിതി കഴിയുന്നുണ്ട്. അയൽവാസി കിട്ടും അഡ്വക്കേറ്റ് ജോണിന്റെ മകൻ ഡോക്ടറാണ്, മകളുടെ നേഴ്സാണ്. അവിടെ ഓസ്ട്രേലിയനാണ്. അപ്പൊ ഇടയ്ക്ക് വന്നപ്പോൾ അവിടെ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് പുള്ളിക്കാരൻ. അപ്പൊ ജോണ്ടി എന്റെ ഇവിടെ ക്ഷീണിച്ചു വരുന്നില്ല, ഒരു ചുമ മാറുന്നില്ല. 10-15 ദിവസമായി ഞാൻ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു 14 ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കുന്നു. 14 എണ്ണം. ഇയാൾ 5 എണ്ണം എടുത്തു. 5 എണ്ണം ഇവിടെ ആ സാധനമൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ ഒരുമിച്ച് ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസ് വർക്ക് ചെയ്ത് നമ്മൾ അടുത്ത് ഞാൻ പറഞ്ഞെല്ലാം കേൾക്കാം. അയാളോട് നോക്കി നമ്മളൊരു പ്രോഡക്റ്റ് പഞ്ചതുളസി, അത് കഴിച്ചു കഴിഞ്ഞാൽ കുത്തിയുള്ള ചുമ പോകും, ലങ്സിൽ അടിഞ്ഞു കൊടുത്തിരിക്കുന്ന കഫം മുഴുവൻ പുറത്തേക്ക് പോകും, നിങ്ങൾ ഫ്രഷ് ആവും. ഇതൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം കേട്ടതിന് ശേഷം തുടർന്ന് ഞാൻ പോയിട്ട് ഡോക്ടർക്ക് വരും പറഞ്ഞു. ഇതേ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ, അയൽവാസികൾ, ഞാൻ പറഞ്ഞാൽ കേൾക്കും എന്ന് വിശ്വസിക്കുന്നത് ഔട്ട്റൈറ്റാണ് റിജക്ട് ചെയ്യും. They won't accept it. അവരെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ സുഹൃത്ത് ഇതേപോലെ TC ബാലനാണ്, നല്ല വീടാവരാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സ്ട്രോക്കുമായി വന്ന് തലയോട്ടിൽ രക്തം കട്ടി ഡോക്ടറോടൊക്കെ പോയി. ഞാൻ ഇയാളോട് പറഞ്ഞു കുറെ പ്രോഡക്ട്സ് ഒക്കെ കൊടുത്തു. ഇയാളെല്ലാം കഴിച്ചു, കഴിക്കാൻ തയ്യാറായിട്ട് വീട്ടിൽ കൊണ്ടുപോയപ്പോ അയാളുടെ ഭർത്താവ്, അയാളുടെ മക്കള് ജർമ്മനിയിലാണ്. അവൻ മകനും മരുമകളും, അവനും മെയിൽ നേഴ്സാണ്. അവർ ഈ സാധനം കണ്ടപ്പോൾ അച്ഛാ ആവശ്യമില്ലാത്ത കാര്യമൊന്നും കഴിഞ്ഞ് കുഴപ്പമുണ്ടാകണ്ട, നേരെ പോയി ഡോക്ടറെ പോയി 25 ദിവസം ഐസിയില്ല. അവരെന്തോ പ്രത്യേക രീതിയിലുള്ള ഓപ്പറേഷൻ കാര്യം പറഞ്ഞു, നമുക്ക് മനസ്സിലായില്ല. എന്തായാലും ശരി, അത് നടന്നു പോയി നടത്തി. ഐസിയിൽ പുറത്തു വന്നില്ല. 26ാമത്തെ ദിവസം അവരെ പുറത്തു വന്നു. ഡെഡ് ബോഡി. 27 ലക്ഷം പോയി. 27 ലക്ഷം പോയതല്ല, നമ്മുടെ സുഹൃത്ത് പോയി. ഇതൊക്കെ നടക്കും ഈ ഫീൽഡിൽ. നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾ നെഗറ്റീവ് ആവണം. അല്ല, അങ്ങനെയാണ് സാർ. സമൂഹം ഇത് ആക്സെപ്റ്റ് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. ഉണ്ടോ? നമ്മൾ പറയുന്ന കാര്യമൊന്നും ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം അവർ പറഞ്ഞ ബോഡികളൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് ഞാൻ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സീറ്റ് കൊടുത്തതെല്ലാം അറിയാം. 25 ലക്ഷം. അത് എന്നോട് പറയാൻ അറിയാം. എൻ്റെ ഒരു ഫ്രണ്ട് സൗദിയിലുള്ളത് സീറ്റ് എങ്ങനെ കൊടുക്കാതെയാണ് ഞാൻ ഈ 25 ലക്ഷം പോകുന്നത്. പോയിട്ട് സൂപ്പറിനെ കണ്ട് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പൊ എല്ലാവരുടെ പൈസയും ഞാനിത് കൊടുക്കുമ്പോഴത്തേക്കും ഗ്യാരണ്ടി ഒരു റെസീറ്റ് തരില്ല. ഗ്യാരണ്ടി നമ്മൾ അങ്ങനെ പറഞ്ഞാൽ 25 ലാക്സ് അല്ലേ. ഓ ശരി, എനിക്ക് എല്ലാവർക്കും MD കാണുന്നു, ചെയർമാനെ കാണുന്നു. ചെയർമാൻ വന്ന ആളോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം പറഞ്ഞതിന് ശേഷം യൂസ് ചെയ്യും. ആസ് പെർ ദ ഗവൺമെന്റ് റൂൾ I can receive from you only 3 lakhs. 22 lakhs നമ്മുടെ ബിൽഡിംഗ് ഫണ്ട് മറ്റേ ഫണ്ട് അതിന്റെ റെസീറ്റ് ഒന്നിനും റെസീറ്റ്. വൺ തിങ് ഈസ് ഗ്യാരണ്ടീഡ്, ഐ വിൽ ഗിവ് യു എ സീറ്റ് ഫോർ. ഇതാണ് അദ്ദേഹം. അന്ന് 25 ലക്ഷം കൊടുത്തത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ എത്ര കോടി കൊടുത്താലാണ് സീറ്റ് കിട്ടുന്നത്? ഇതൊക്കെ പഠിച്ചു വരുന്നത് വെറുതെ ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരില്ലേ? അതുകൊണ്ട് അവർ പറയുന്നത് വിശ്വസിക്കുള്ളൂ, നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കുന്ന നിർബന്ധമില്ല. പക്ഷെ വാട്ട് എക്സ്പീരിയൻസ് വി ഹാവ്, വാട്ട് ഇസ് ദ പ്രാക്ടിക്കൽ ടെസ്റ്റിമണി വി ഹാവ്, ദാറ്റ്സ് വി ആർ ഷെയറിംഗ് വിത്ത് ദം. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞത് ഇതൊരു നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് ഒരു ഫീൽഡാണ്. നിങ്ങൾ അതിൽ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇത് ചേഞ്ച് ആവും. ഇപ്പൊ തന്നെ പലരും ചോദിച്ചു വരുന്നു മുട്ടുവേദന, ഓസ്റ്റിയോപോറോസിസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഗ്ലൂക്കോസാമിനും കാൽസ്യവും പിന്നെ കൊളാജനും കൊടുത്തിട്ട് എത്ര മാറ്റം. ഫാന്റാസ്റ്റിക് റിസൾട്ട് അല്ലേ? ഫാന്റാസ്റ്റിക് റിസൾട്ടാണ്. അത്ഭുതം തോന്നുന്നു ഇത്ര നല്ല റിസൾട്ട് ഉണ്ടോ മുട്ടുവേദന. അത്തരത്തിലുള്ള പ്രോഡക്റ്റ് ഒക്കെ. പക്ഷെ ബിസിനസ് നമുക്ക് എന്തുവേണം, നമുക്ക് വി ഹാവ് ടു വെൽത്ത് ഓൾസോ. അതാണ് ഇപ്പോഴത്തെ സബ്ജക്റ്റ്. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് ചെയ്യണമെങ്കിൽ ഒന്ന് വേണ്ടത് ബി എ കൺസിസ്റ്റൻസി കൺസ്യൂമറാണ്. വെറുതെ കൺസ്യൂമറാണ്. കൺസിസ്റ്റന്റ് 4 കൺസിസ്റ്റൻസി വരെ നിങ്ങൾക്ക് എടുക്കാം. 9 ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും.
എന്താ വേണ്ടത്? നമ്മുടെ ബിസിനസ് വാല്യൂടെ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് 1 ലക്ഷം രൂപ ഇതിൽ കൂടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 10 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്യണം. കേട്ടോ, 10 ലക്ഷം രൂപയുടെ ബിസിനസ് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? നെവർ. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണം? കൺസ്യൂമർ നെറ്റ്വർക്ക് ഉണ്ടാകണം. അതിന് എളുപ്പമാകും. അറ്റ്ലീസ്റ്റ് 6 പേരെങ്കിലും നമ്മൾ താഴെ മിനിമം കൊണ്ടുവരാൻ സാധിച്ചാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എത്രയെന്ന് വെച്ചാൽ ഏതാണ്ട് മോർ ദാൻ 60% കമ്പനിയുടെ ടോട്ടൽ ഇതിൽ 60% ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ് കൊടുക്കുന്നത്. ട്രാവൽ ഫണ്ട് ഉണ്ട്, കാർ ഫണ്ട് ഉണ്ട്, ഹൗസ് ഫണ്ട് ഉണ്ട്. അങ്ങനെ നിരവധി ഫണ്ടുകളിലൂടെ ഈ പറഞ്ഞ പൈസ നമുക്ക് പോകും. അപ്പൊ നമ്മുടെ വോളിയം കൂട്ടുക എന്നുള്ളതാണ്. ഇവിടെ ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ചത് നിങ്ങൾക്ക് ഒരു ഗുണമില്ല. യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എനിത്തിങ് ഫ്രോം ഹിം അൺലെസ് ആൻഡ് അണ്ടിൽ ഈ പർച്ചേസ് പ്രോഡക്റ്റ്. അദ്ദേഹം സാധനം മേടിച്ചാൽ ഓഫ് കോഴ്സ് യു വിൽ ഗെറ്റ് എ ബിൽ. അപ്പൊ പ്രോഡക്റ്റ് സെയിൽസ് ആണ് നമ്മുടെ മെയിൻ. അതിന് കൺസ്യൂമർ നെറ്റ്വർക്ക് ഫോം ചെയ്യാറുണ്ട്. ഞാൻ 30 വർഷം ഗവൺമെന്റ് സർവീസിൽ എടുത്തിട്ട് എനിക്ക് കാർ മേടിക്കാൻ പറ്റില്ല. ഞാനിവിടെ 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സ്റ്റാർ ഡയറക്ടർ കാർ കൊണ്ട് വരും. ഞാൻ ഹൈബ്രിഡ് സിയാസ് കാർ ഞാൻ മേടിക്കും. ഹൗസ് ഫണ്ട് ഈസ് കാർ ഫണ്ട് ഈസ് ഗെറ്റിംഗ്. ഞാൻ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളായിരുന്നില്ല. വീട്ടിലിരിക്കാൻ ആക്ച്വലി ഞാൻ വരാനുള്ള ഒരു കാരണം കൂടി ഞാൻ പറയാം. നിങ്ങൾ ആചരിക്കുന്നതല്ല, ഞാൻ ബിസിനസ്സുകാരനെ ആയിരുന്നു. എനിക്ക് ഫൈലേറിയാസിസ് ഒരു രോഗം ഉണ്ട്, അറിയാം. എലിഫന്റാസിസ് ഇവിടെ ഇല്ല സാർ, കൊച്ചിയിലൊക്കെ ഭയങ്കര കാസർഗോഡ് ചേർത്തലയിൽ ഇല്ലേ? ചേർത്തലയിലെ കേന്ദ്രമാണ്. അതിന്റെ സിംറ്റം എന്താണെന്ന് അറിയോ? വർഷത്തിലെങ്കിലും 4 പനി വരും. അതിനകത്ത് സാധാരണ പനിയല്ല, വിറവുണ്ടാവും, വിറക്കും, ഷിവറിങ്ങാണ്. അത് കഴിഞ്ഞാൽ ബൈൽ പിറ്റോമിന്റെ സമയം വൊമിറ്റ് ചെയ്യും. അപ്പോഴേക്കും ഇവിടെ ഒടുവിൽ സ്വെല്ലിംഗ് ഉണ്ടാവും, അത് താഴത്തേക്ക് വരും. അതങ്ങനെ അവിടെ എൻലാർജ് ചെയ്തിട്ട് എലിഫന്റാസിസ് എന്ന് പറഞ്ഞ ലിംഫെഡിമ എന്നാണ്. നമ്മൾ ഈ ഒരു സൂചി കുത്തിയാൽ വെള്ളം വരുന്നൂടെ ചോര വരുന്നതിന് മുമ്പ് ആ വെള്ളം തുണിയിലൊക്കെ ഉണ്ട്, അത് താഴത്തേക്ക് പോയാൽ തിരിച്ചു വരുന്ന ബ്ലോക്ക് ആവും. അതിനാണ് ഈ എലിഫന്റാസിസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫൈലേറിയാസിസ്. അപ്പോൾ ഒരു വർഷത്തിൽ 4 തവണയെങ്കിലും എനിക്ക് വരും മിനിമം. 15 ദിവസം ഞാൻ ഹെൽഡപ്പോ ഞാൻ സർവീസിൽ ഇരിക്കുമ്പോഴും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സുഹൃത്ത്, പഴയ സുഹൃത്ത്, അതേ മെസ്സേജ് ചെയ്യുന്നത് എനിക്കറിയില്ലായിരുന്നു. അയാൾ പറഞ്ഞു സാറ് കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്, സാറൊന്ന് കഴിച്ചു നോക്കും. അയാളൊന്ന് കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്, നോണി, പിന്നെ സ്പാലിൻ, അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ പറഞ്ഞു. വൈറ്റ് പിടിച്ച് അമല അതൊക്കെ കഴിച്ചു. കാരണം അന്ന് പെൻഷൻ കിട്ടിയ പൈസ ഉണ്ടല്ലോ എനിക്ക് കാശ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കഴിച്ചു. ഞാനിത് കഴിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി കഴിച്ചത്, എനിക്ക് വേണ്ടി കഴിച്ചതല്ല. പക്ഷെ കഴിച്ചപ്പോൾ ഒരു മറുപടി തോന്നി, ഞാൻ ഫ്രീ ആയിട്ട് കഴിച്ചു തുടങ്ങി. ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എനിക്ക് പനി വന്നിട്ടില്ല. 1964 ഞാൻ മഹാരാജാസ് കോളേജ് എറണാകുളത്ത് പഠിക്കുമ്പോൾ, ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ആയിട്ട് അറ്റാക്ക് വരുന്നത്. 1964 പനി വരാറില്ല. ഇപ്പൊ 8 വർഷമായി എനിക്ക് എല്ലാ വർഷവും വരുന്ന 4 തവണ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വൈറൽ ഫീവർ വരുന്നില്ല. വൈറസ് മാറിയിട്ടില്ലേ? അതിപ്പോഴും അവിടെ ഉണ്ട്. പക്ഷെ എന്നെ ശല്യം ചെയ്തില്ലാണല്ലോ. എന്നോട് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അറിയാം, കാലിങ്ങനെ പൊക്കി വെക്കണം, ഇങ്ങനെ സ്റ്റാൻഡിങ് നിൽക്കാൻ പാടില്ല, ഉറക്കൊഴിക്കരുത്, ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പാടുള്ളൂ, കുറെ നിബന്ധനയുണ്ട്. ഇതൊന്നും ഞാൻ ചെയ്തു. ഞാൻ ഇന്നലെ പരശുരാം ക്യാച്ച് ചെയ്ത് 3 മണിക്ക് രാവിലെ കഴിഞ്ഞതാണ്. എന്റെ നാട്ടിൽ നിന്ന് 4:45 ബസ് കാറിൽ കൊണ്ട് മകനോട് വെക്കും. അപ്പൊ ഞാൻ 3 മണിക്ക് അടിച്ചാലേ എനിക്ക് ഫ്രഷ് ആവാൻ പറ്റും. ഞാൻ 4:45 ട്രെയിനിൽ കയറി 6 മണിയുടെ പരശുരാമിൽ കയറി ഞാൻ 2 മണിക്ക് എറണാകുളത്ത് വന്നിട്ട് ആ മീറ്റിംഗ് പങ്കെടുത്ത് ഇന്ന് രാത്രി ഇവിടെ വന്ന് 11 മണിക്കൂർ ഘോരമായിട്ടുള്ളതാണ്. ഇതൊക്കെ ഞാൻ ആൻഡ് മൈ ഏജ് ഈസ് ഞാൻ പറഞ്ഞല്ലോ 80. ഈ ജാനുവരി ആകുമ്പോൾ 80 വയസ്സോളം. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് കിട്ടിയ ആരോഗ്യം അപ്പൊ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ പ്രോഡക്റ്റ് എത്ര പേരുണ്ട്. അന്നാണ് ഞാൻ ഇത് നിർബന്ധമായിട്ട് എനിക്ക് ചെയ്യണം തോന്നിയത്. അപ്പോഴാണ് എന്റെ ആരോഗ്യം തിരിച്ചെത്തിയോ. ഞാൻ അങ്ങനെ ആ സുഹൃത്തിനോട് ചോദിച്ച സുഹൃത്ത് ഇത് കൂടാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അന്ന് ഇവിടെയൊന്നും ഡിപ്പോയില്ല, മംഗലാപുരത്തുള്ളൂ. പക്ഷെ ഞാൻ മദ്രാസ് മെയിലിൽ വരും 2 ദിവസം കഴിഞ്ഞാൽ മംഗലാപുരത്ത് പോകും. മംഗലാപുരത്ത് പോയിട്ട് മേടിക്കാൻ പോകും. അങ്ങനെ ഞാൻ ഇയാൾ പറഞ്ഞ ട്രെയിനിൽ കയറി മംഗലാപുരത്ത് പോയി കങ്കനാടി എന്ന സ്ഥലത്ത് പോയി ഡിപ്പോ കൊണ്ടപ്പോൾ നിരവധി സ്ത്രീകൾ അവിടെ ഇങ്ങനെ പ്രോഡക്റ്റ് മേടിക്കുന്നു. അതിലൊരു സ്ത്രീ ഉമ്മ 10 പേരുണ്ട്, കെട്ടുകണക്കിന് ചായപ്പൊടി മേടിക്കുന്നു.
ഞാൻ പതുക്കെ എല്ലാത്തിനും ചായപ്പൊടിക്ക് വേണ്ടി സാർ ഇത് ഗൾഫിൽ കൊണ്ടുവരുന്ന മതി ഗ്രാനുവൽസാണ്. വെള്ളത്തിൽ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ തിളച്ചു കഴിഞ്ഞാൽ അത് ഊട്ടിയെടുത്താൽ ഇതിന്റെ കണ്ടി രണ്ടാമത് യൂസ് ചെയ്യാം, 2 വെള്ളം യൂസ് ചെയ്യാം. സുലൈമാനിക്ക് നല്ല കാര്യം ഒരു പല ഭാഷയാണ്. അപ്പൊ ഞാൻ പിന്നെ ചോദിച്ചു, അല്ല നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എത്ര മാസമായി? 10 മാസമായി. നിങ്ങൾക്ക് വല്ലതും കിട്ടുന്നത്? അപ്പൊ അതൊരു 20,000 രൂപ മാസം കിട്ടുന്നത്. ഒരു വീട്ടമ്മയാണ് പറയുന്നത് 20,000 രൂപ മാസം കിട്ടുന്നത്. ഞാൻ ഡെയിലി അയൽവസ്ത്രം അങ്ങനെയാണ് എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ എന്ന ചിന്ത വരുന്നത് അപ്പോഴാണ്. അങ്ങനെ പതുക്കെ ഞാൻ ഇതിനെ കുറിച്ച് പഠിക്കാൻ നോക്കി. ആദ്യമായിട്ട് ഞാൻ അപ്പോ ജോയിൻ ചെയ്തിട്ട് സാധനം ഇല്ല. അതുവരെ ഞാൻ ഇയാൾ തരുന്ന പൈസ സാധനം ഒറ്റ മേടിച്ചുള്ളൂ. ആദ്യമായിട്ട് ഈ ഉമ്മ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായി 20,000 രൂപ എനിക്ക് കിട്ടുന്നതൊക്കെ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്ന് പതുക്കം തുടങ്ങി. ഞാൻ പർച്ചേസ് ചെയ്തു. ഒരു 100 രൂപ എടുത്തുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് 10-ാം തീയതി 110 രൂപ എന്റെ അക്കൗണ്ടിൽ വന്നു. എത്രയോ ലക്ഷം രൂപയുടെ സാധനം എന്റെ അടുത്ത ഷോപ്പിൽ ഞാൻ മേടിച്ചത് ഒരു പൈസ പോലും എനിക്ക് തിരിച്ചല്ല. ഇത് ആദ്യത്തെ പർച്ചേസ് ചെയ്യുന്ന 110 രൂപ എന്റെ അക്കൗണ്ടിൽ. ഐ വാസ് മോർ ത്രിൽഡ്. ഇത് കൊള്ളാത്ത പരിപാടി. അങ്ങനെ ഇതിനെ കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായി ഈ കമ്പനി വന്നാൽ ഇന്നിപ്പോ 20 വർഷം കഴിഞ്ഞ് 21-ാമത്തെ വർഷത്തിലോട്ട് കടക്കുന്നു. സ്വന്തമായിട്ട് 600 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഫാക്ടറി ഉണ്ട് ഇവർക്ക്. ഇവരുടെ ഗ്ലോബൽ ഓഫീസ് നോയിഡ എന്ന സ്ഥലത്താണ് ഡൽഹിയിൽ. ഇവർക്ക് ഇന്റർനാഷണൽ ഓഫീസുണ്ട്. 9 രാജ്യങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 2.5 കോടി ആളുകൾക്ക് എല്ലാ മാസവും 1000 രൂപ മുതൽ കോടിക്കണക്കിന് രൂപ മാസം കൊടുക്കുന്ന ഒരു കമ്പനിയാണെന്ന് മനസ്സിലായപ്പോ കോടി രൂപ മേടിക്കുന്നുണ്ട്. കോടി രൂപ. അപ്പൊ അവർക്കൊക്കെ മേടിക്കാൻ വേണ്ടി നമുക്ക് മേടിച്ചൂടെ? ഞാൻ ഈ അടുത്ത കാലത്ത് സാർ നിങ്ങൾ ഇവിടെ വന്നു, ഇവിടെ തിരുവല്ല വന്നപ്പോൾ 2 ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണ് ഇവിടെ ഡൽഹിയിൽ വെച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർഗനൈസ് ചെയ്ത ഒരു പ്രോഗ്രാം. വിമൻ എന്റർപ്രണേഴ്സ് ഏറ്റവും കൂടുതൽ വരുമാനം മേടിക്കുന്ന 10 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ 10 അല്ല കൂടുതൽ 100 പേരെ സെലക്ട് ചെയ്ത കൂട്ടത്തിൽ 2 പേരെ കേരളത്തിന് സെലക്ട് ചെയ്തു. ആ 2 പേര് മലപ്പുറം ജില്ലക്കാരാണ്. ഒന്ന് ഐസ ഫാദ, അവരുടെ മാസ വരുമാനം 5 ലക്ഷം രൂപ. അതിന്റെ താഴെ റൈഹാനത്ത് 3.5 ലക്ഷം രൂപ. അതിന്റെ താഴെ ഒരു ലേഡി ഉണ്ട്, അവരെ വിളിച്ചില്ല ഡൽഹിക്ക്. ഇവർക്ക് 70 ലക്ഷം, അവർക്ക് 2 ലക്ഷം രൂപ ഉണ്ട്. ഇവരൊക്കെ മേടിക്കുന്ന ആ സ്ത്രീ പറഞ്ഞ എന്റെ വിദ്യാഭ്യാസം എന്താ പറയാ 6ാം ക്ലാസ്. 6ാം ക്ലാസ് പഠിച്ച ലേഡിയാണ് പറയുന്നത് എനിക്ക് 5 ലക്ഷം രൂപ മാസം കിട്ടുന്നത്. ഞെട്ടിപ്പോയി. നമ്മളിവിടെ വിഷയം പിടിക്കും, വിഷയമില്ല നമുക്ക് മേടിച്ചുകൊണ്ടില്ലേ? മേടിച്ചുകൂടെ സാർ? പക്ഷെ വേണമെന്നുള്ള ആഗ്രഹമുണ്ടോ? 2 കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾക്ക് 100 വയസ്സിൽ കൂടുതൽ ആരോഗ്യത്തോട് ജീവിക്കണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ കൈകൊള്ളാം. എല്ലാവർക്കും 100 വയസ്സിൽ കൂടുതൽ ആരോഗ്യത്തോട് ജീവിക്കണമെങ്കിൽ ഫുഡ് സപ്ലിമെന്റ്സ് കഴിക്കണം. ബിക്കോസ് ഐ ആം എ പ്രോഡക്റ്റ് ഓഫ് ദി പ്രോഡക്ട്സ്. I am damn sure I don't feel any lethargy. I am traveling throughout Kerala. I am traveling outside Kerala. I am working hard. Still I don't feel any lethargy. Only that is just because of the product. Product inde ഗുണമാണ്. ആ പ്രോഡക്റ്റിന്റെ പ്രോഡക്റ്റ് ആണ് ഞാൻ. അപ്പൊ നിങ്ങൾ പലരും ചോദിക്കും അങ്ങനെ ജീവിക്കണം. ഓക്കിനാവയിൽ പോലുള്ളവരൊക്കെ ജീവിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് ജീവിച്ചൂടാ? 100 വയസ്സിൽ കൂടുതൽ ആരോഗ്യത്തോട് ജീവിച്ചൂടാ? സിമ്പിൾ കാര്യമാണ്, വലിയ കാര്യമൊന്നുമില്ല. ഈ പ്രൊഡക്ട്സ് കഴിക്കുന്നതോടൊപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊന്നും ചേഞ്ച് വരുത്തുന്നത്. പലരും ചോദിക്കാറ്, ഞാൻ പലരും ചോദിക്കുന്നു 6 മണിയുടെ സൂമിൽ കയറുന്നു. 6 മണിക്കോ നടക്കുന്ന കാര്യമില്ല. ഞാൻ 3 മണി, ഞാൻ കൃത്യം 6 മണിക്ക് കഴിക്കും. 4 മണിക്ക് എന്റെ ചില റുട്ടീൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. രാത്രി 11 മണിക്ക് ഞാൻ കിടക്കാറുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിട്ടും എനിക്ക് അതിന്റെ ഒരു ഫീലിംഗ് ഇല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ഗുണമുണ്ടല്ലേ? കഴിക്കില്ലേ? ഭക്ഷണം ഞാൻ കുറച്ച് കഴിക്കും, അധികമൊന്നും കഴിക്കാം. ഇന്ന് വാസന സാറ് നല്ല സാമ്പാറാണ് വേണ്ടതാണ്. അപ്പൊ ഇതാണ് നമുക്ക് വരുമാനം കൂടി ഉണ്ടാവണം. അങ്ങനെ വേണ്ടേ? വേണം. 3ാമത്തെ കാര്യം, സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ദുരന്തം ക്രോണിക്കലൈസേഷൻ ആണ്. നിത്യരോഗികളെ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യരോഗികൾ, രോഗം മാറി ചികിത്സിക്കുന്ന സമ്പ്രദായമല്ല, നിത്യരോഗികളെ സൃഷ്ടിക്കുന്ന ഒരു സമ്പ്രദായമാണ് നിലവിലുള്ളത്. ഇത് മാറണം. നമ്മൾ ഉപദേശിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ട്. അവർക്കറിയില്ല. 4ാമത്തെ കാര്യം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആസ് വെൽ ആസ് സ്റ്റേറ്റ് ഗവൺമെന്റ് കഴിഞ്ഞ
ആ മാസമാണ് 17-ാം തീയതിയുടെ അല്ലേ? ഇവിടെ മെയ് 19-ാം തീയതി, ഫെബ്രുവരി 19-ാം തീയതി ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 30,000 ആൾക്കാർ പങ്കെടുത്ത ഡയറക്ട് സെന്റേഴ്സ് പല കമ്പനികളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മന്ത്രി, ഒരുപാട് ട്രേഡ് യൂണിയൻ ലീഡേഴ്സ്, ഒരുപാട് കമ്പനിയുടെ മാനേജ്മെന്റ് എന്നൊരു പരിപാടികളാണ്. ഗവൺമെന്റ് ഉറക്കെ പറഞ്ഞു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഞങ്ങളൊരു മോണിറ്ററിംഗ് മെക്കാനിസം ഉണ്ടാക്കിയിരിക്കുന്നു. അത് കേരളത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണോ? അപ്പൊ ഗവൺമെന്റ് ആണ് ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫിറ്റിയുടെ ഒരു ഓർഡർ വന്നു, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ. ഇന്ത്യയിൽ ഇതുവരും 25,000 കോടി രൂപയുടെ ബിസിനസ് നടക്കുന്നുള്ളൂ. 3 വർഷം കഴിഞ്ഞാൽ 2028 ആകുമ്പോൾ ഇവിടെ 75,000 കോടി രൂപയുടെ ബിസിനസ് നടക്കും. 75,000 കോടി രൂപയുടെ ബിസിനസ് നടക്കും. അത് ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യണം. ആദ്യമായിട്ട് 2016 ശേഷം 2019 ഒരു ഗൈഡ് ലൈൻസ് വന്നില്ലേ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. എന്തുകൊണ്ടാണ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം? എന്തുകൊണ്ടാണ് നമ്മുടെ ഇക്കോണമി ഇപ്പോ 5th പൊസിഷൻ അല്ലേ? ഇംഗ്ലണ്ടിന്റെ മോഡൽ 5ാമത്തെ സ്ഥാനത്തുള്ള നമ്മുടെ ഇക്കോണമി. ജനങ്ങളുടെ പൈസ ഉണ്ടോ സാർ? ജനങ്ങളുടെ അടുത്തില്ല. പെർ ക്യാപിറ്റയിൽ നമ്മൾ 126-ാമത്തെ സ്ഥാനമാണ്. GDP നമ്മൾ 5ാം സ്ഥാനത്താണ്. പക്ഷെ പെർ ക്യാപിറ്റ GDP 126-ാമത്തെ സ്ഥാനമാണ്. അതേ സ്ഥാനം നമ്മളെക്കാൾ താഴെയുള്ള സൗത്ത് കൊറിയ, മലേഷ്യ, ജപ്പാൻ, ചൈന പിന്നെ നമ്മളെക്കാൾ സമ്പന്നമാണ്. ഇവിടെ ഒക്കെ ഉണ്ടല്ലോ പെർ ക്യാപിറ്റ അവിടെ എത്രയോ കൂടുതലാണെന്ന് അറിയാം. അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അറിയാം. അവിടെയൊക്കെ 90-കൾ മുതൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററുള്ള സ്ഥലമാണ് മലേഷ്യ. അവിടെ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ദ പീപ്പിൾ ഇസ് മോർ ദാൻ ഇന്ത്യൻസ്. കാരണം നിരവധി ആൾക്കാർക്കാണ് തൊഴിൽ കൊടുക്കുന്നത്, നിരവധി ആൾക്കാർക്കാണ് വരുമാനം കൊടുക്കുന്നത്, നിരവധി ആളുകൾക്ക് വരുമാനം കിട്ടും. ഇപ്പൊ ഇന്ന് മലപ്പുറം ജില്ലയിൽ ചെന്നിട്ട് നിങ്ങളൊരു വെസ്റ്റീജ് കാരനാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവിടെയുള്ള ഏത് പഞ്ചായത്തിന്റെ ആൾക്കാരായാലും ശരി നിങ്ങൾ അവരുടെ കാറിൽ എത്തിക്കൊണ്ടു. കാരണം അത്ര റെസ്പെക്ട് ഉണ്ട്. നിരവധി സ്ത്രീകൾക്ക് ലക്ഷക്കണക്കിന് രൂപ മലപ്പുറം ജില്ലയിൽ കിട്ടുന്നു. അപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ വേണോ? വേണമല്ലോ. നമുക്ക് സാധിക്കില്ലേ? സാധിക്കും. പക്ഷെ വേണമെന്നുള്ള തീരുമാനമാണ്. ഞാൻ ഒന്നും കൂടി ഉറക്കെ പറയാം. ടോട്ടലി പബ്ലിക് ഇതിന് 100% ആക്സെപ്റ്റ് ചെയ്യില്ല ഇപ്പോ. പക്ഷെ 2-3 വർഷം കഴിഞ്ഞാൽ ഇതെന്താ സ്ഥിതി? നിങ്ങൾ അന്വേഷിച്ചു വരുന്ന ഒരു കാലഘട്ടമുണ്ടോ? നിങ്ങൾ അന്വേഷിച്ചോടുകൂടെ നിങ്ങൾ നാളത്തെ ഫ്യൂച്ചറിലെ ഡയറക്ട് വെൽനസ് കൺസൾട്ടൻസ് ആണ്. ഫ്യൂച്ചറിലെ വെൽനസ് കൺസൾട്ടൻസ് ആണ്. നിങ്ങൾ അന്വേഷിച്ചോട് വരും. ആ ഒരു കാലം വരാനിരിക്കുന്നു. ഡയറക്ട് സെല്ലേഴ്സിനെ സംബന്ധിച്ച് ഒരു സുവർണകാലം വരാൻ പോകും. ഇനി അതിലും വലിയ ഭാഗ്യം തിരുവനന്തപുരത്ത് നടക്കുന്ന വെച്ചാൽ ഇന്നലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്ത വിഴിഞ്ഞം വരുന്നതോടുകൂടി ഇവിടത്തെ ആളുകളുടെ പെർ ക്യാപിറ്റ എത്ര കൂടുന്നറിയാം? തിരുവനന്തപുരത്ത് പെർ ക്യാപിറ്റ ഇങ്ങനെ റൈസ് ചെയ്യും. ഇനി ഇവിടെ എന്തൊക്കെയാ വരാൻ പോകുന്നത്? ഷിപ്പ് യാർഡിൽ വരാൻ പോകുന്നു. ഇവിടെ അപ്പുറത്തൊരു ടൂറിസ്റ്റ് സെന്റർ പോവാറുണ്ട്. അതിന്റെ ഷിപ്പ് ബ്രേക്കിംഗ് യൂണിറ്റ് വരാൻ പോകുന്നു. പിന്നെ ഇന്റർനാഷണൽ ലോജിസ്റ്റിക് കമ്പനി ഓടി നടക്കുന്ന സ്ഥലം കിട്ടാൻ വേണ്ടി സ്ഥലത്തിന് വേണ്ടി അന്വേഷണം നടക്കുന്നു. അവർക്ക് ഈ കണ്ടെയ്നേഴ്സ് വെക്കാനുള്ള സ്ഥലമില്ല ഇവിടെ. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റംസിന്റെ വലിയൊരു കേന്ദ്രം ഇവിടെ വരാൻ പോകുന്നു. ക്രൂയിസർ ഷിപ്പിന് വരാൻ പോകുന്നു ഇവിടെ. ഇനി ഇന്ത്യയിൽ ഭാരത ദർശനം എന്ന് പറഞ്ഞ സാധനം വേണമെങ്കിൽ അവർ വരാൻ പോകുന്ന ക്രൂയിസ് ഷിപ്പ് ഇവിടെയാണ് വരാൻ പോകുന്നത്. ഇവിടെ വരും. പിന്നെ ക്രൂസിന് ചേഞ്ച് ചെയ്യാൻ പോകുന്ന സ്ഥലം വീട്ടിലായിരിക്കും. ഇപ്പൊ പലരും ഇന്ത്യയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന പല ക്രൂയിസിൽ വർക്ക് ചെയ്യുന്ന ഈ ജോലിക്കാർ മുഴുവൻ സൗത്ത് ആഫ്രിക്കയിലാണ് അവർ ലീവ് കഴിയും. 6 മാസം കഴിഞ്ഞാൽ അവർ ഇറങ്ങുന്ന സൗത്ത് ആഫ്രിക്കയിൽ ലീവ് എടുത്ത് അവർ ഇവിടെ ചെയ്യും. ഇനി ഇവിടെ വരും. ഇവിടെ ഈ ക്രൂസ് ഇറങ്ങും. ഇവിടെ വരാൻ പോകുന്ന ചേഞ്ചസ് ഒന്നും നിങ്ങൾ ചെറുതൊന്നുമല്ല. ഇവിടെ നിരവധി ഇൻഡസ്ട്രീസ് വരും. നിരവധി ഇൻഡസ്ട്രീസ്, സ്മോൾ ആൻഡ് വലുത്. നിങ്ങൾക്കറിയാമോ 1960 കാലത്ത് സിംഗപ്പൂർ എന്നൊരു രാജ്യം വെറും 30 ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താണ് അവർ മദർഷിപ്പ് പോർട്ട് വന്നത്? അന്ന് അടിച്ചു കയറിയവര് സൗത്ത് കൊറിയ. ഇന്ന് ഏറ്റവും കൂടുതൽ കാർ ഉത്പാദിപ്പിക്കുന്ന ഇൻഡസ്ട്രീസ് സൗത്ത് കൊറിയയില് ഈ മദർഷിപ്പാണ് മെയിൻ കാരണം. അപ്പൊ ഇത്രയും വലിയൊരു മദർഷിപ്പ് വരുന്ന വിഴിഞ്ഞത്ത്, അതായത് തിരുവനന്തപുരത്ത് ജനങ്ങളുടെ അടുത്ത് വരാൻ പോകുന്ന പൈസ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, വലിയ തുക നിങ്ങളുടെ അടുത്ത് വരും. പെർ ക്യാപിറ്റ കൂടുതൽ. നിങ്ങളുടെ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും ജോലി കിട്ടും ഏതെങ്കിലും വിധത്തിൽ. നിങ്ങളുടെ വരുമാനം കൂടുമ്പോൾ നമ്മുടെ സോപ്പിന്റെ വില 50 റുപ്യാണ്, അത് കൂടുതലാണെന്ന് ആരെങ്കിലും പറയുമോ? ഒരാളും പറയില്ല. നമ്മുടെ ഫുഡ് സപ്ലിമെന്റിന്റെ വില കൂടുതലാണെന്ന് ആരെങ്കിലും പറയുമോ? പറയില്ല. എനിക്ക് ആരോഗ്യപ്പെടാനേ പറയുള്ളൂ അല്ലേ? ആ ഒരു കാർഡ് വരാൻ പോകും. അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉള്ള ഒരു ഇന്ത്യൻ കമ്പനി
ഏറ്റവും നല്ല ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഉള്ള ദേശീയ അവാർഡ് മേടിച്ച 2017-2018 കാലത്ത് ദേശീയ നാഷണൽ അവാർഡ് കിട്ടിയ പ്രോഡക്ട്സ് ബെസ്റ്റ് ഇൻ ദ പ്രോഡക്ട്സ് ആണ്. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യണം. ഒരു നെഗറ്റീവും കേൾക്കണ്ട. നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുക. ഇത് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾ 100 വയസ്സിൽ കൂടുതൽ ആരോഗ്യത്തോട് ജീവിക്കുകയും ഐശാദാത്ത മേടിക്കുന്ന 5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ളവരായിട്ട് മാസം മാറാനുള്ള യോഗ്യതയുള്ളവരാണ്. നിങ്ങൾക്ക് അത് സാധിക്കട്ടെ. അതിന് സർവശക്തനായിട്ട് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. താങ്ക് യു. സോ മച്ച്. അതെ, സാർ സംസാരിച്ച ആരോഗ്യത്തിനെ കുറിച്ചാണ്, സാർ സംസാരിച്ച സമ്പത്തിനെ കുറിച്ചാണ്, അഭിവൃദ്ധിയെ കുറിച്ചാണ്. ആ സാറിനോട് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ അവിടെ ഇരുന്ന് കൈയടിക്കുക. ഒന്നിരുന്നേ, നിങ്ങൾ ഇത്രയും നല്ലൊരു വ്യവസ്ഥ നമ്മളോട് സംസാരിച്ച ആളിന്റെ പ്രായം 80 വയസ്സാണ്. ഓക്കെ, 600 കിലോമീറ്ററോളം പലപ്പോഴും യാത്ര ചെയ്യുന്നവരാണ്. സ്വന്തം ജീവിതത്തിൽ, സ്വന്തം അനുഭവത്തിൽ നിന്ന്, സ്വന്തം മനസ്സുറന്നാണ് അദ്ദേഹം നിങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം സംസാരിച്ച മുഴുവൻ നമ്മുടെ ഭാവിയെ കുറിച്ച് ആണല്ലേ. നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ സാർ ഇവിടെ കാസർഗോഡല്ലേ സാർ? കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് എത്തുന്ന രീതിയിൽ കൈ കൊടുക്കാൻ ശ്രമം നിങ്ങളാണ്. താങ്ക് യു വരൂ സാർ. ഒരുപാട് നന്ദി. കാരണം ഇത്ര ശരിക്കും പറഞ്ഞാൽ സാറിനോട് അവതരിപ്പിച്ച സബ്ജക്ട് പലപ്പോഴും 3-4 മണിക്കൂർ എടുക്കുന്ന മേജർ സെമിനാറായിട്ടാണ് നടക്കുന്നത്. അത് പലർക്കും കുറച്ചൊക്കെ മനസ്സിലാവും, കുറച്ച് അത് കേട്ടുമ്പോൾ ബോറടിക്കും. ഇങ്ങനെയൊക്കെയാണ് പൊതുവെ സംഭവിക്കുക. സാറിന് ഇന്നത്തെ സെഷൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കല്ലിൽ എഴുതി പോലെ വച്ചിട്ടുണ്ടായിരിക്കും ഞാൻ വിചാരിക്കും. അത്ര മനോഹരമായിട്ടാണ് സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളും സബ്ജക്റ്റും എല്ലാം കൂടെ മിങ്കിൾ ചെയ്ത് അവസാനം എങ്ങനെ ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്ര നാൾ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റാത്ത മാറ്റങ്ങൾ 1-2 വർഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള സാഹചര്യം കേരളത്തിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ള അടിവരയും കൊണ്ടിട്ടാണ് സാർ കൊടുക്കുന്നത്. ഓക്കെ, ഇത്ര നല്ല മനോഹരമായ ഒരു സെഷൻ ഉൾക്കൊണ്ടിട്ട് നിങ്ങൾ എന്താ തീരുമാനിച്ചു? കുറഞ്ഞ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ ഈശ്വരനായിട്ട് നിങ്ങൾക്ക് ഒരു വഴി തന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും അവിടെ ഒന്ന് കൈക്കൊള്ളാം. Thank you, sir. Thank you so much from the bottom of the heart. ഇത്ര മനോഹരമായ സെഷൻ ഞാൻ തന്നിരിക്കുന്നു. ഇവിടെ പുതുതായിട്ട് വന്ന ആൾക്കാർ സാധാരണ നമ്മളല്ലോ ഈ പഞ്ചായത്തുകാരൊക്കെ വിളിച്ച് നമ്മുടെ ആരോഗ്യ പ്രവർത്തനമൊക്കെ നോക്കിയോ പറഞ്ഞിട്ട് പോകും. നമ്മളവിടെ ചായക്കും കാപ്പിക്കും വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ചായ കിട്ടിയില്ല, കാപ്പി കിട്ടിയില്ല, കടി കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. പക്ഷെ നിങ്ങൾക്ക് ജീവിതം മാറ്റാനുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇന്ന് പാകിസ്ഥാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളവരാണെങ്കിൽ ഈ ഓർഗനൈസേഷൻ സപ്പോർട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നത് ഞങ്ങളുടെ ഉറപ്പുകയാണ്. ഞങ്ങളെല്ലാം നിങ്ങളോട് ഉണ്ടാവും. കാരണം നിങ്ങളെപ്പോലെ ആവശ്യക്കാരാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ വരുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഒരുമിച്ച് കൈപിടിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാണെങ്കിൽ സാർ പറഞ്ഞല്ലോ കുറെ ആൾക്കാർ നമ്മളോട് നോക്കാളിതെന്ന് പറഞ്ഞു ഇല്ലേ? നിങ്ങൾ ആരെങ്കിലും ശവക്കോട്ടയുടെ ഡോർ കൊടുക്കണം. ശവപ്പാട്ടിനടുത്ത് സന്ധ്യ കഴിഞ്ഞ് ഒറ്റയ്ക്ക് സാർ ഭയങ്കര ധൈര്യശാലിയാണ്. പൊതുവെ ആൾക്കാർ അങ്ങനെ ഒരു ധൈര്യശാലികളൊന്നുമില്ല. അപ്പൊ ശവപ്പാട്ടിന്റെ കൂടെ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടവരാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ ഈ പ്രേതനെയൊക്കെ കണ്ടിട്ടില്ലെങ്കിലും ഈ സിനിമാക്കാർ ഈ സാധനത്തിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട് അല്ലേ? 15 വയസ്സിലാണ്. പിന്നെ കൊണ്ടുണ്ട് സർ വരൂ ധൈര്യശാലിയാണ്. ഞാൻ പറഞ്ഞു വന്നത് അതേ ശവപ്പുറത്ത് കൂടെ നിങ്ങൾക്ക് പോകാൻ നിങ്ങളുടെ കൂടെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ അതേ വഴി അതേ സമയം നിങ്ങൾ ഒറ്റയ്ക്ക് പോയപ്പോൾ ഭയപ്പെട്ട ഒരു വഴി കൂടെ നിങ്ങൾക്ക് പോകാൻ നിങ്ങൾക്ക് വിശ്വസനായ ഡിപ്പെൻഡബിളായിട്ട് ഒരു സുഹൃത്തുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടംപോലെ പോയില്ലേ? ആ ഒരു ധൈര്യമാണ് പറയാൻ സാധിക്കുന്നത്. ഞങ്ങൾ കൂടെയുണ്ട്. ഓക്കെ, ഇത്രയും വലിയൊരു കമ്പനി നിങ്ങളുടെ കൂടെയുണ്ട്, ഇത്രയും വലിയൊരു പ്രോജക്റ്റ് കൂടെയുണ്ട്. ആവശ്യമുള്ള ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. അവർ നമ്മളൊക്കെ പലതും പറയും, പക്ഷെ ആ പറയുന്നതിന്റെ ഇടയിലും ആവശ്യക്കാരുണ്ടാകും. ആവശ്യക്കാരെ കണ്ടെത്താനും അവരുടെ മുമ്പിൽ എത്താനും അവരുടെ മുന്നോട്ട് പറയാനും നമുക്ക് ആകെ വേണ്ടത് ഇതുപോലുള്ള അറിവുകളാണ്, ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസ് ആണ്. അതുകൊണ്ട് ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസ് ഓർഗനൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ എത്തുക, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരോട് എത്തുക എന്നുള്ളത് അങ്ങേയറ്റം പ്രധാനപ്പെട്ട കാര്യമാണ്.
നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഇപ്പോൾ ഒരു അസോസിയേഷനിൽ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരുമിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, തിരുവനന്തപുരക്കാരോട് ഞാൻ സ്നേഹപൂർവ്വം ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാം. 3 മണിക്കെന്നാണ് സമയം പറഞ്ഞിരുന്നത്, 5 മണിക്ക് തീരുമെന്നാണ് പറഞ്ഞത്. ബാലു സാർ നല്ലയാളായതുകൊണ്ട് അത് 5 മണി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തീർത്തു. പക്ഷേ നമുക്ക് 3 മണിക്ക് തുടങ്ങാൻ പറ്റി. അത് അക്കാര്യത്തിൽ നിങ്ങളൊരു പ്രത്യേക പരിഗണന കൊടുക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. 3 മണിക്ക് പറഞ്ഞാൽ നമ്മൾ വിളിച്ചിട്ട് ഇവിടെ വരുന്ന ആൾക്കാർ, പുതിയ ആൾക്കാർ, അവർ പല തിരക്കുകളുള്ളതായിരിക്കും. നമ്മുടെ സമയത്തിന് വിലയുണ്ട്, അവരുടെ സമയത്തിന് വിലയുണ്ട്, നമ്മുടെ വാക്കിന് വിലയുണ്ട്, പ്രവൃത്തിക്ക് വിലയുണ്ട്. ഓക്കെ, അത് ദയവായി നമ്മൾ കാണിക്കണം. 3 മണിക്ക് ഒരു സമയം പറഞ്ഞാൽ എല്ലാവരും 3 മണിക്ക് തന്നെ വരണം. അതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അത് മാറ്റണം സർ. സർ, തിരുവനന്തപുരം അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം അങ്ങനെ നിന്നോട് നമുക്ക് മാറ്റാം. മാറ്റണം സർ. ബാലു സാർ പറഞ്ഞ മാറ്റത്തിനെ കുറിച്ചാണ് സാർ. എനിക്ക് തിരുവനന്തപുരം വിശ്വാസമുണ്ട് സർ. എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ 3 മണിക്ക് വെച്ചാൽ 3 മണിക്ക് വരും. ബാലു സാർ അവിടെ ബാക്കിയുള്ള എല്ലാവരും 3 മണി മുതൽ 3 മണിക്ക് വരാൻ തയ്യാറാണ്. അതൊരു നിശ്ചയമായിട്ട് എടുക്കുക. കൃത്യസമയത്ത് നമ്മൾ തുടങ്ങുന്നു, കൃത്യസമയത്ത് നമ്മൾ അവസാനിപ്പിക്കുന്നു പറയുമ്പോൾ തന്നെ നമ്മൾ വിജയത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എത്തിക്കുന്നതാണ്. ഓക്കെ, അതുപോലുള്ള കാര്യത്തിൽ സഹകരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും, നമ്മുടെ സെൽഫ് എസ്റ്റീം